ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും നമുക്ക് ഒറ്റ വീഡിയോയിൽ പരിചയപ്പെട്ടാലോ? സോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് സൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 2 gram of NaOH in enough water to form 250 ml of solution. Calculate molarity of solution ആണ്. molarity ഇക്വേഷൻ ആണ് number of moles of solute by volume of solution ലിറ്റർ ആണ്. മാറ്റി ചെയ്യുമ്പോൾ W2 1000 divided by M2 volume in ml. തന്നിട്ടുള്ള വാല്യൂ നോക്കാം. W2 2 ആണ്, 1000 divided by 40 എങ്ങനെ വന്നിട്ടുള്ളത്? NaOH ന്റെ മോളാർ മാസ് 40 ആണ്, into 250 ചെയ്താൽ 0.2 മോളാർ കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. H2S, a toxic gas with rotten egg-like smell, is used for qualitative analysis. If the solubility of H2S in water as STP is 0.195 മോളാൽ, കാൽക്കുലേറ്റ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. നമുക്ക് ഇവിടെ മൊളാലിറ്റി തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. സോ ഹെൻറീസ് ലോ ഇക്വേഷൻ എന്തായിരുന്നു? P equal to KH into chi ഗ്യാസ് ആണ് അല്ലെ? അവിടെ KH ആണ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. നമുക്ക് ഇവിടെ ആര് തന്നിട്ടുള്ളത്? മൊളാലിറ്റി ആണ് തന്നിട്ടുള്ളത്. സോ മൊളാലിറ്റി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആക്ച്വലി നമുക്ക് chi of H2S കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എന്തായിരുന്നു മൊളാലിറ്റിന്റെ ഡെഫിനിഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram ഓഫ് സോൾവെന്റ് ആണ് അല്ലെ? ആ ഐഡിയ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മൊളാലിറ്റി 0.195 മോൾ പെർ കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 0.195 മോൾസ് ഇൻ 1 കിലോഗ്രാം അല്ലെങ്കിൽ 1000 gram ഓഫ് സോൾവെന്റ്. ആരാ അവിടുത്തെ സോൾവെന്റ്? വാട്ടർ ആണ്. അപ്പൊ നമുക്ക് സോൾവെന്റിന്റെ മാസ് കിട്ടിയിട്ടുണ്ട് എത്രയാ? 1000 gram കിട്ടിയിട്ടുണ്ട്. സൊല്യൂട്ട് ആയിട്ടുള്ള H2S ന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടിയിട്ടുണ്ട് 0.195. സോ ഈ രീതിയിൽ ഇന്റർ കണക്ട് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഒന്ന് പ്രിപ്പയർ ആയി നിൽക്കുക. സോ പ്രഷർ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 0.987 ബാറും തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P equal to KH into chi ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് KH ആണ്. സോ P by chi വരും, chi of H2S വരും. സോ chi of H2S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. നോക്കുകയാണെങ്കിൽ NH2S നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 0.195 ആണ്, ഡിവൈഡഡ് ബൈ 0.195 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. 1000 gram നമുക്ക് മാസ് ഗിവൺ മാസ് കിട്ടിയിട്ടുണ്ട്, 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത പോലെ വാട്ടറിന്റെ കേസിൽ. സോ 0.195 ഡിവൈഡഡ് ബൈ 0.195 പ്ലസ് 55.55, അത് എത്ര കിട്ടും? 0.0034 കിട്ടും. 6 മോൾ ഫ്രാക്ഷൻ ഓഫ് H2S. സോ KH will be equal to 0.987 ഡിവൈഡഡ് ബൈ ആ കിട്ടിയ വാല്യൂ എത്ര കിട്ടി? 282 ബാർ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The vapor pressure of pure benzene at certain temperature is 0.850 bar. A non-volatile solute weighing 0.5 gram added to 39 gram of benzene. അയാളുടെ മോളാർ മാസ് വന്നിട്ടുണ്ട് 78 gram per mole ആണ്. Reduces the vapor pressure to 0.845 bar. Find the molar mass of solute. Okay, അപ്പൊ ഇത് എന്താ ഇവിടെ റിലേഷൻ വരുന്ന ആരാ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. അതിന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ പി ബൈ P1 നോട്ട്. P1 നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യൂർ ആയിട്ടുള്ള ബെൻസീന്റെ വേപ്പർ പ്രഷർ ആണ്. P1 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ആളാരാണ്? നമുക്ക് P1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ P സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആള് ആരാണ്? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. സോ ഡെൽറ്റ പി ബൈ P1 നോട്ട് കാരണം chi2 ബൈ chi1 എഴുതാം, അല്ലെങ്കിൽ N2 ബൈ N1 എഴുതാം. ഈ N2 നെ മാറ്റി അങ്ങനെ എഴുതാം, W2 M1 ഡിവൈഡഡ് ബൈ M2 W1. ഇക്വേഷൻ ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് M2 നെ അങ്ങോട്ട് കൊണ്ടുപോവാം, P1 അങ്ങോട്ട് പോയി, P1 നോട്ട് മൈനസ് P1 താഴോട്ട് പോയി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 170 gram per mole ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം റിട്ടേൺ ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അറ്റ് 750 mmHg is 99.63 degrees Celsius. How much sucrose is to be added to 500 gram of water such that it boils at 100 degrees Celsius? എന്താ അവിടെ ചോദിച്ചിട്ടുള്ളത്? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ്. ഡെൽറ്റ ഡി ബി ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി ആണ്. മൊളാലിറ്റി നമുക്ക് മാറ്റി ഈ രീതിയിൽ എഴുതാൻ സാധിക്കുന്നതാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് M2 ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഹൗ മച്ച് സൂക്രോസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് W2 ആണ്. ഓക്കെ, W2 ആണ് ചോദിച്ചിട്ടുള്ളത്. സൂക്രോസിന്റെ നമുക്ക് എന്താ എഴുതുന്നുണ്ട്? അയാളുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും മതി. സൂക്രോസിന്റെ വെയിറ്റ് എത്ര വരിക? 342 gram ആണ്. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പഠിച്ചു വെക്കുക. ഡെൽറ്റ ടി ബി വാല്യൂ എത്ര വരിക? TB മൈനസ് TB നോട്ട് വരും. 100 മൈനസ് 99.63 ഇൻറ്റു 342 ഇൻറ്റു 500 ഡിവൈഡ് ബൈ 0.52. അതാരാ? KB തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ഇൻറ്റു 1000 ചെയ്താൽ മതി. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളാരാണ്? W2 ആണ്. അപ്പം TB മൈനസ് TB നോട്ട് M2 ഇങ്ങോട്ട് വന്നു, W1 ഇങ്ങോട്ട് വന്നു, KB 1000 താഴോട്ട് പോയി. അത്രയേ ഉള്ളൂ പരിപാടി. 121.67 gram will be the answer. Okay, amount of sucrose need to be added. അടുത്ത ക്വസ്റ്റ്യൻ. 1 gram of a non-electrolyte solute dissolved in 50 gram of benzene lowered the freezing point of benzene by 0.4 Kelvin. Find the molar mass of solute ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആര് വന്നു? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് വന്നിട്ടുണ്ട്. ഡെൽറ്റ TF ഈക്വൽ ടു KF ന്റെ മൊളാലിറ്റി ആണ്. മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരും? TF നോട്ട് മൈനസ് TF ഈക്വൽ ടു 1000 KF W2 ഡിവൈഡഡ് ബൈ M2 W1. എന്താ മൊളാലിറ്റിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ M2 ആണ്. ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ 1000 KF W2 ഡിവൈഡഡ് ബൈ TF നോട്ട് മൈനസ് TF ഹോൾ ഇൻറ്റു W1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 256 gram per mole ആയിരിക്കും. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
200 centimeter cube of an aqueous solution of a protein contain 1.26 gram of protein. The osmotic pressure of the solution at 300 Kelvin is 2.57 × 10⁻³ bar. Calculate the molar mass of protein. ഇവിടെ നമ്മൾ ആരെ ഉപയോഗിക്കുന്നത് ഓസ്മോട്ടിക് പ്രഷർ വെച്ചിട്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കുന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. സോ പൈ ഈക്വൽ ടു MRT ആണ്. ഓക്കെ, സോ അവിടെ ആര് വരുന്നത് മൊളാരിറ്റി ആണല്ലേ. മൊളാരിറ്റിനെ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് W2000 RT ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ML വരും. ഇവിടെ ആരെയും കണ്ടുപിടിക്കുന്നത് M2. ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുപോയി ഇയാൾ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുപോയി തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് 61,039 ഗ്രാം ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് വാൻഡോ ഫാക്ടർ ഫോർ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഓഫ് K2SO4 AlNO3 thrice. അപ്പൊ നമുക്ക് വാൻഡോ ഫാക്ടർ അസോസിയേഷൻ ആണെങ്കിൽ ഡിസോസിയേഷൻ ആണെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? I equal to number of particles after dissociation or association divided by number of particles before dissociation or association. K2SO4 ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് എന്താ സംഭവിക്കുക? 2K പ്ലസും SO4 2 മൈനസും ആയിട്ട് മാറും. അപ്പൊ ആഫ്റ്റർ എത്ര വന്നു? 2 + 1 3. ബിഫോർ ആണെങ്കിലോ ബിഫോർ ഒരാൾ ഉണ്ടായിരുന്നു, അപ്പൊ 3/1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വന്നു. ഇനി അതേപോലെ AlNO3 thrice എടുത്തിട്ടുണ്ടെങ്കിലോ ബിഫോർ എത്രയായിരുന്നു? 1. ആഫ്റ്റർ ആണെങ്കിലോ 1 + 3 4. സോ 4/1 എടുത്തിട്ടുണ്ടെങ്കിൽ 4 ആണ് വരിക. ഓക്കെ, സോ ഈ രീതിയിലാണ് വാൻഡോ ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത് നോക്കാം. 0.5 mass percentage aqueous solution of KCl freezes at -0.24 degrees Celsius. Calculate the Van 't Hoff factor and degree of dissociation ആൽഫ ഓഫ് KCl. അപ്പൊ നമുക്ക് ഇവിടെ വാൻഡോ ഫാക്ടറും കണ്ടുപിടിക്കണം, ആൽഫയും കണ്ടുപിടിക്കണം ആണല്ലോ. അപ്പൊ എങ്ങനെയാ വാൻഡോ ഫാക്ടർ കണ്ടുപിടിക്കുക? നമുക്ക് ആദ്യം വാൻഡോ ഫാക്ടർ കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ആൽഫയിലേക്ക് പോകാൻ. സോ ഡെൽറ്റ DF = I × KF × മൊളാലിറ്റി ആണ് അല്ലെ. വാൻഡോ ഫാക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടിയും കൂടി I ഇട്ട് കൊടുക്കണം. സോ I will be equal to ഡെൽറ്റ DF / KF × മൊളാലിറ്റി. ഡെൽറ്റ DF എങ്ങനെ കണ്ടുപിടിക്കുക? അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? aqueous solution of KCl freezed at -0.24 എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്തിട്ടോ പറഞ്ഞുള്ളൂ, അതായത് നമുക്ക് ആരെ തന്നിട്ടുണ്ട്? TF-നെ തന്നുള്ളൂ. TF നോട്ടോ ഇങ്ങനെ കാര്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കുക ആരെയായിരിക്കും കൂടെ എടുത്തുള്ള ആള്? വാട്ടർ ആയിരിക്കും. വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് അവിടെ കൊടുത്താൽ മതി. അതായത് എത്ര വരും? 0 - -0.24. ഐഡിയ കിട്ടിയോ? ഒന്നും തന്നിട്ടില്ലെങ്കിൽ 0 കൊടുക്കുക. അതേപോലെ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കേസിൽ ആരും പറഞ്ഞില്ലെങ്കിൽ എത്ര കൊടുക്കണം? 100 എടുക്കണം. ഈ കാര്യം ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ഡിവൈഡഡ് ബൈ KF × മൊളാലിറ്റി. KF എത്ര? 1.86 തന്നിട്ടുണ്ട്. മൊളാലിറ്റി നമുക്ക് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? പകരം മാസ് പെർസെന്റേജ് തന്നിട്ടുണ്ട്. മാസ് പെർസെന്റേജ് മൊളാലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ പറ്റുന്നതാണ്. 0.5 മാസ് പെർസെന്റേജ് ഓഫ് KCl എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? 100 ഗ്രാം സൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 0.5 ഗ്രാം ആര് വരും? KCl വരും. നമ്മൾ ലൈവ് കറക്റ്റ് ആയിട്ടുള്ള കണ്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് ഇത് കറക്റ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ 100 ഗ്രാം സൊല്യൂഷൻ എടുത്താൽ 0.5 ഗ്രാം KCl വരും. ബാക്കി ആരാ വരിക? 100 ഗ്രാം അല്ലേ സൊല്യൂഷൻ, അപ്പൊ 99.5 ഗ്രാം ആര് വരും? വാട്ടർ വരുന്നതാണ്. ഓക്കെ, അപ്പൊ W2 0.5, W1 99.5, മൊളാലിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ W2000 ഡിവൈഡഡ് ബൈ M2 W1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. W2 പകരം 0.5, W1 പകരം 99.5 ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ M2 എത്രയാണ് വരിക? KClന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 74.5 ആണ് വരിക കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 0.0675 മോൾ പെർ കിലോഗ്രാം അല്ലെങ്കിൽ മൊളാലി കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ I വാല്യൂ എത്ര കിട്ടി? 1.91 കിട്ടി. എത്ര കിട്ടി? 1.91. നമ്മൾ വിചാരിക്കും KCl എന്ത് ചെയ്യും? വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ I വാല്യൂ എത്ര കിട്ടും? ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ K + Cl - 2 ബിഫോർ ആണെങ്കിൽ 1, അപ്പൊ 2/1 2 അല്ലേ കിട്ടുക? അല്ല, പക്ഷെ എന്താ അവിടെ വന്നിട്ടുള്ളത്? 1.91 ആണ്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? റിലേഷൻ എന്താ വരിക? I = 1 + n - 1 × ആൽഫ ആണ്. ആരാ കണ്ടുപിടിക്കേണ്ടത്? ആൽഫയാണ്. സോ ആൽഫ will be equal to I - 1 ഡിവൈഡഡ് ബൈ n - 1 വരും. I കിട്ടി 1.91 - 1 ഡിവൈഡഡ് ബൈ 2 - 1 എത്ര കിട്ടി? 0.91 കിട്ടി. അതായത് 91% കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. The conductivity of 0.2 molar aqueous solution KCl at 298 Kelvin is 0.0248 Siemens centimeter inverse. Calculate molar conductivity. Lambda = 1000 kappa by molarity അല്ലേ വരിക? സോ 1000 ഇൻറ്റു തന്നിട്ടുള്ള വാല്യൂ ഡിവൈഡഡ് ബൈ മൊളാരിറ്റിന് എത്ര 0.2 ആണ്. അപ്പൊ എത്ര കിട്ടും? 124 Siemens centimeter square മോൾ ഇൻവേഴ്സ് കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The electrical resistance of a conductivity cell filled with 0.1 mol per liter KCl solution is 100 ohm. If the resistance of the same cell filled with 0.02 mol per liter KCl solution is 520 ohm, calculate the conductivity and molar conductivity of 0.02 mol per liter KCl solution ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് ഒരു കണ്ടക്ടിവിറ്റി സെല്ലിനെ കുറിച്ച് അതിന്റെ ഡാറ്റ തന്നിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് വേറൊരു കോൺസെൻട്രേഷനുള്ള കണ്ടക്ടിവിറ്റി സെല്ലാണ് ചോദിച്ചിട്ടുള്ളത്. അയാളുടെ എന്താ ചോദിച്ചിട്ടുള്ളത്? കാപ്പയാണ് ചോദിച്ചിട്ടുള്ളത് ആണല്ലോ. ആണ്, കാപ്പിയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചോദിച്ചിട്ടുണ്ട്? മോളാർ കണ്ടക്ടിവിറ്റിയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാ ചെയ്യാ? ഈ രീതിയിൽ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സെല്ലിന്റെ ഡീറ്റെയിൽസ് തന്നിട്ട് നമുക്ക് വേറൊരാളുടെ കാപ്പ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട എന്താ? ഇവിടെ ആരായിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക?
അവിടെ നമ്മൾ സെൽ കോൺസ്റ്റന്റ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക. സ്റ്റേറ്റ്മെന്റ് വായിച്ചത് സെൽ കോൺസ്റ്റന്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സെൽ ജോമെട്രി ആൻഡ് റിമെയിൻ സെയിം റിഗാർഡ്ലെസ് ഓഫ് സൊല്യൂഷൻ ഫിൽഡ് ഇൻസൈഡ് ഇറ്റ്. അതായത് ആദ്യം നമുക്ക് 0.1 മോൾ പെർ ലിറ്റർ ഉള്ള ഒരു കോൺസെൻട്രേഷൻ ഉള്ള ഒരു സെല്ലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ഒരു കണ്ടക്ടിവിറ്റി സെല്ലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് എടുത്തപ്പോൾ 0.02 മോൾ പെർ ലിറ്റർ കോൺസെൻട്രേഷൻ മാറിയുള്ള ഒരു കണ്ടക്ടിവിറ്റി സെൽ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിട്ടുണ്ട്, കോൺസെൻട്രേഷൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ സെൽ കോൺസ്റ്റന്റ് എന്ത് ചെയ്യില്ല, സെൽ കോൺസ്റ്റന്റ് അയാളുടെ ജോമെട്രിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സെൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ത് ചെയ്യില്ല, കോൺസെൻട്രേഷൻ മാറ്റിയാൽ മാറൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, സെൽ കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്താ, G സ്റ്റാർ ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ് ആണല്ലോ. അപ്പൊ ആദ്യത്തെ സൊല്യൂഷൻ നമുക്ക് കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ടോ, 1.29 ആണ് അല്ലേ, 1.29 ആണ് തന്നിട്ടുള്ളത്. ആൻഡ് രണ്ടാമത്തെ കേസിൽ എടുത്തിട്ടുണ്ടെങ്കിലോ, so 1.29 into 100 will be equal to 129 meter inverse വരും. മീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ആളത്തെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം. അതെന്ത് ചെയ്താൽ മതി, സെയിം ഇക്വേഷൻ. ഇവിടെ K2 വരുമ്പോൾ എന്താവും, 6 താഴോട്ട് പോകും. രണ്ടാമത്തെ ആൾ 6 തന്നിട്ടുണ്ടോ, 520 തന്നിട്ടുണ്ട്. സോ G സ്റ്റാർ ബൈ R2 എഴുതാൽ മതി. അതായത് 129 ഡിവൈഡഡ് ബൈ 520 ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും, 0.248 സീമൻ മീറ്റർ ഇൻവേഴ്സ് കിട്ടും. നമുക്ക് സെന്റിമീറ്റർ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യാം, 2.48 into 10⁻³ സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഐഡിയ കിട്ടിയല്ലോ. സോ G സ്റ്റാർ വെച്ചിട്ടാണ് നമ്മൾ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി ആരെ കണ്ടുപിടിക്കണം, മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. ലാംഡ ഈക്വൽ ടു 1000 K2 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി വരും. സോ വാല്യൂ എത്ര വരും, 124 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂസ് ഓഫ് NaCl, HCl ആൻഡ് CH3CO NaR 126.4, 425.9 and 91 Siemens centimeter square mole inverse respectively. Calculate lambda m naught for CH3COH. കോൾറൈഷസ് ആണല്ലോ, എന്ത് ചെയ്താൽ മതി, ലാംഡ നോട്ട് ഓഫ് CH3COH ആണ് ചോദിച്ചിട്ടുള്ളത്. തന്നുള്ള ആൾക്കാരിൽ CH3CO മൈനസ് വരുന്ന ആരെങ്കിലും ഉണ്ടോ, ഉണ്ട്. ആരാ ഉള്ളത്, നമ്മൾ നോക്കുന്ന സമയത്ത് CH3CONL ആരുണ്ട്, ഈ ഒരു പോർഷൻ ഉണ്ട് അല്ലെ, ഈ ഒരു പോർഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് എന്ത് കിട്ടണം, ഇനി ഒരു H+ കിട്ടണം. H+ തരാൻ വേണ്ടി ആരുണ്ട്, HCl ആര് വരുന്നുണ്ട്, H+ വരുന്നുണ്ട് ആണല്ലോ. അപ്പൊ ഇവരെ തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇതിൽ അഡീഷണലി വരുന്ന ആളാരാ, ഇവിടെ ഒരു NAയും വരുന്നുണ്ട്, ഇവിടെ ഒരു HCl, ഇവിടെ ഒരു CLും വരുന്നുണ്ട്. അതിനെന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്താലും മതി. അതിനുവേണ്ടി ആരുണ്ട്, NaCl ഉണ്ട്. സോ ഇവർ രണ്ടാളുടെ വാല്യൂനെ ആഡ് ചെയ്യുക, മറ്റേ ആളിനെ സബ്ട്രാക്ട് ചെയ്യുക. 91 + 4 25.9 മൈനസ് 126.4 എത്ര കിട്ടും, 390.5 Siemens centimeter square mole inverse. The conductivity of 0.001028 mole per liter acetic acid is 4.95 in 10⁻⁵ Siemens centimeter inverse. Calculate the degree of dissociation alpha and degree and dissociation constant. Okay, if lambda m naught for acetic acid is, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The conductivity of 0.001028 mole per liter acetic acid is 4.95 in 10⁻⁵ Siemens centimeter inverse. Calculates its degree of dissociation alpha if lambda m naught for acetic acid is 390.5 Siemens centimeter square mole inverse ആണ്. സോ ആൽഫ എങ്ങനെ കണ്ടുപിടിക്കുക, ലാംഡ m ബൈ ലാംഡ m naught ആണ്. ലാംഡ m ആദ്യം കണ്ടുപിടിക്കാം. സോ 1000 കാപ്പ ബൈ മൊളാരിറ്റി ആണ് വരിക. 1000 into 4.95 in 10⁻⁵ ഡിവൈഡഡ് ബൈ 0.001028 കിട്ടും. എത്ര കിട്ടി, 48.15 Siemens centimeter square mole inverse കിട്ടി. ഇനി ആരെ കണ്ടുപിടിക്കാം, ആൽഫനെ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ ഓൾറെഡി ആര് തന്നിട്ടുണ്ട്, ലാംഡ m naught തന്നിട്ടുണ്ട്. 48.15 ഡിവൈഡഡ് ബൈ 390 വരും. എത്ര കിട്ടി, 12.33% ആയിരിക്കും ആൽഫ വരിക ഇൻ പെർസെന്റേജിലേക്ക്. Calculate standard cell potential E0 cell for the cell reaction. ഇവിടെ ആര് തന്നിട്ടുണ്ട്, ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. കാഥോഡ് ആരാ വരിക, കോപ്പർ അല്ലേ വരിക. ആനോഡ് ആണെങ്കിൽ ആരാ വരിക, സിങ്ക വരിക. 0.34 മൈനസ് -0.76 എത്ര വന്നു, 1.1 വോൾട്ട് വന്നു. അടുത്ത് നോക്കാം. കാൽക്കുലേറ്റ് EMF ഓഫ് ദ സെൽ അറ്റ് 298 കെൽവിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് അവിടെ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റുള്ള ആൾക്ക് എന്തായിരിക്കും സംഭവിക്കുക, ഓക്സിഡേഷൻ ആയിരിക്കും. അപ്പൊ Mg2+ ആയിട്ട് മാറും. കോപ്പർ ആണെങ്കിലോ റിഡക്ഷൻ സംഭവിക്കും. കോപ്പർ ആണെങ്കിൽ റിഡക്ഷൻ സംഭവിക്കും. സോ E0 സെൽ ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണ്. നമുക്ക് ഇവിടുന്ന് തന്നിട്ടുണ്ട്, വാല്യൂ സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ റിഡക്ഷൻ ആർക്കാ, കോപ്പറിനാണ്. 0.34 മൈനസ് -2.37 വരും. അതായത് 2.71 വോൾട്ട് ആണ് ആരത് വരിക, ഇവരുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വരിക. ഇനി ഈ സെൽ എങ്ങനെ കണ്ടുപിടിക്കുക, E0 സെല്ല് -0.059 ഡിവൈഡഡ് ബൈ n ലോഗ്, ഇവിടെ ആരാ വരിക, ആർക്ക് ഓക്സിഡേഷൻ നടക്കുന്നത്, ഇയാൾക്കല്ലേ ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പൊ എന്ത് വരും, Mg2+ വരും. റിഡക്ഷൻ ആർക്കാണ് നടക്കുന്നത്, ഇയാൾക്ക് താഴെ Cu2+ വന്നിട്ടുണ്ട്. ഇയാളുടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 10⁻³ ആണ്. ആൻഡ് കോപ്പറിന്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ 0.0001 ആണ്, 10⁻⁴ ആണ്. ഇത് കട്ടായിട്ടുണ്ടെങ്കിൽ എന്ത് വരും, 10 മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പൊ 2.71 മൈനസ് 0.059 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ n എത്രയാണ് വരിക, +2 ഇതായി മാറുന്നു. ഇയാൾ എന്താവുന്നുണ്ട്, +2 Cu ആയിട്ട് മാറുന്നുണ്ട്, Mg2+ ആയിട്ട് മാറുന്നുണ്ട്. സോ n വിൽ ബി 2. അപ്പൊ എത്ര കിട്ടും, 2.68 വോൾട്ട് ആയിരിക്കും കിട്ടുക.
The standard electrode potential for Daniell cell is 1.1 volt. Calculate the standard Gibbs energy and equilibrium constant Kc for the reaction at 298 Kelvin ആണ് ചോദിച്ചിട്ടുള്ളത്. So delta G naught equal to minus n of E naught cell ആണ്. നമുക്ക് അവിടെ നിന്ന് എത്ര കിട്ടിയിട്ടുണ്ട്? delta G naught will be equal to minus 2 ആണ് വരിക. n ആരാണ്? Daniell cell ആണ്. n will be equal to 2. number of electron transferred 96,500 farad. പിന്നെ ആരാ? E naught cell എത്ര നമുക്കറിയാം? 1.1 ആണ്. അപ്പോൾ എത്ര കിട്ടും? -212.3 കിലോ ജൂൾ പെർ മോൾ കിട്ടും. തീർന്നിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഇനി ആരും കൂടി കണ്ടുപിടിക്കണം, കേസിംഗ് കണ്ടുപിടിക്കണം. ഈ രണ്ട് ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. E naught cell equal to 0.059 divided by n log kc ആയിരിക്കും വരിക അല്ലേ. സോ ഇവിടുന്ന് log kc-നോട് വെച്ച് എന്ത് വരും? E naught cell into n divided by 0.059 വരും. ഇനി kc ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ആന്റി ലോഗ് എടുക്കണം. ഈ തന്നിട്ടുള്ള വാല്യൂ അത് എത്രയാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആന്റി ലോഗ് ഓഫ് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ വിൽ ബി ഈക്വൽ ടു 1.68 into 10 raised to 37 ആയിരിക്കും വരിക kc. അടുത്ത, a solution of copper sulfate is electrolyzed for 10 minutes with a current of 1.5 ampere. What is the mass of copper deposited at cathode? First law അല്ലേ, ഫാരഡേന്റെ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് അല്ലേ. സോ W equal to ZIT ആണ് വരിക. Z എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുക? മോളാർ മാസ് ഡിവൈഡഡ് ബൈ NF ആണല്ലോ. സോ മോളാർ മാസ് ആർദാ? കോപ്പർ അല്ലേ, കോപ്പർ സൾഫേറ്റിൽ കോപ്പർ അല്ലേ. 63.5 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഐ എത്രയാ? 1.5 ആണ്. ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് ആണ്. അതിന് 10 into 60 സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി ഡിവൈഡഡ് ബൈ n എത്രയാ വരിക? Cu2 പ്ലസ് Cu ആയിട്ട് മാറിയല്ലേ, 2 അല്ലേ വരിക n. സോ 2 into 96,500 0.296 gram. How many farads of electricity are required for the reduction of 1 mole Al3 plus നെ 1 mole ആരാക്കണം? Al ആക്കണം. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ആര്? 1 ഫാരഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു മോൾ Al3 പ്ലസിന് ഒരു മോൾ Al ആക്കാൻ എത്ര ഇലക്ട്രോൺ വേണം? 3 മോൾ ഇലക്ട്രോൺ ആഡ് ചെയ്താൽ പോരെ. സോ എത്ര വരും? 3 ഫാരഡ് വരും. ഇനി അതേപോലെ തന്നെ Cr2O7 2 മൈനസിന് Cr3 പ്ലസ് ആക്കണം. എന്താ സംഭവിക്കുക? Cr ഇവിടുത്തെ പ്ലസ്, ഇയാളുടെ ചാർജ് എടുത്താൽ +6 അല്ലേ കിട്ടുക. ഇവിടെ ഇയാളുടെ ചാർജ് എടുത്താൽ +6 അല്ലേ കിട്ടുക. ഇവിടെയാണെങ്കിൽ +3 ആണ് കിട്ടുക. ഇവിടെ 2 ആളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 2 ആൾ എടുക്കണം. അതായത് 2 into 6 ശരിക്കും എന്താ അവിടെ സംഭവിക്കുന്നത്? 12 എന്തായിട്ട് മാറുന്നുണ്ട്? 2 into 3 6 ആയിട്ട് മാറുന്നുണ്ട്. സോ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര ട്രാൻസ്ഫറിങ് നടന്നിട്ടുള്ളത്? 6 ആണ്. സോ 6 ഫാരഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള റിഡോക്സ് ഉണ്ടല്ലോ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റും. ഫോർ ദ റിയാക്ഷൻ ടു N2O5 gives for NO2 plus O2 the rate of formation of NO2 is 2.8 into 10 raised to -3 mole liter inverse. Second inverse calculate rate of disappearance of N2O5. അപ്പോൾ നമുക്ക് ആദ്യം റേറ്റ് ഓഫ് റിയാക്ഷൻ പറയാം. റേറ്റ് ഓഫ് റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. എന്താ എഴുതേണ്ടത്? റിയാക്ടന്റ് ആണെങ്കിൽ മൈനസ് വരും. സ്റ്റോഷിയോമെട്രിക് ഓപ്ഷന്റെ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുക്കുക. സോ -1/2 dN2O5/dt ഈക്വൽ ടു, ഇയാളുടെ ആണെങ്കിൽ പ്ലസ് അല്ലേ വരിക, റെസിപ്രോക്കൽ ഓഫ് ആര് വരും? 4 വരും. സോ 1/4 dNO2/dt വിച്ച് ഈസ് ഈക്വൽ ടു ഇയാളും പ്രോഡക്റ്റ് dO2/dt ആണ്. നമ്മളോട് ഇനി എന്താ ചോദിച്ചുള്ളത്? ഡേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് N2O5 ആണ്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്താൽ പോരെ. നമുക്ക് ആറ് തന്നിട്ടുണ്ട്? NO2ന്റെ ഫോർമേഷൻ റേറ്റ് തന്നിട്ടുണ്ട്. സോ -1/2 dN2O5 ഡിവൈഡഡ് ബൈ dt ഈക്വൽ ടു 1/4 dNO2/dt വരും. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുക അല്ലെ, ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുക. എന്ത് ചെയ്തിട്ടുണ്ട്? 1/2 കട്ടായിട്ട് പോയിട്ട്, സോ ഈ 2 അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ 2/4 വന്നു, അതായത് 1/2 ആയിട്ടുണ്ട്. ഇയാളെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാ? അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1.4 into 10 raised to -3 mole liter inverse second inverse കിട്ടും. A reaction is second order with respect to a reactant. How is the rate of reaction affected if ഡബിൾ ചെയ്തിട്ടുണ്ട്? സോ നമുക്ക് റിയാക്ഷൻ എന്താ പറഞ്ഞുള്ളത്? എ എന്ന് പറഞ്ഞ ഒരു റിയാക്ടന്റ് സ്ക്വയർ ആണ്. അതാണല്ലോ സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു റിയാക്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ കെ A⁻²2 ആണ് വരിക. ഇനി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എടുക്കാം. ഡബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇയാളുടെ കോൺസെൻട്രേഷൻ 2A എടുത്തിട്ടുണ്ട്. സോ R' ഈക്വൽ ടു കെ, എക്ക് പകരം എന്തായിട്ടുണ്ട്? 2A സ്ക്വയർ വരും. ആ 2 സ്ക്വയർ പുറത്തേക്ക് വന്ന എന്തായി? 4 ആയി. ബാക്കിയുള്ള ആൾക്കാർ സെയിം അല്ലേ? ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയല്ലേ? ഇവിടെ ഉള്ള ആൾ നമ്മൾ എന്താ വിളിച്ച? 6. അപ്പോൾ ഇപ്പോൾ അതിന്റെ പുതിയ R' വിൽ ബി ഈക്വൽ ടു 4 ടൈംസ് ഓഫ് ഇനീഷ്യൽ റേറ്റ് ആയിരിക്കും. ഇനി അതേപോലെ റെഡ്യൂസ് ടു ഹാഫ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, സോ കെ A/2 ഹോൾ സ്ക്വയർ വരും. ആണല്ലോ, ഇതിന്റെ എന്തായി? കോൺസെൻട്രേഷൻ പകുതിയായി. സോ ഈ 1/2 എന്ത് ചെയ്യാം? നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1/2 ഹോൾ സ്ക്വയർ വരും. അത് എത്രയായി? 1/4 ആയിട്ടുണ്ട്. 1/4 ആയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ നോക്ക്, KA², ഇതാരാ? 6 ഇനീഷ്യൽ റേറ്റ്. സോ എന്തായിട്ടുണ്ട്? ഇനീഷ്യൽ റേറ്റ് 4:1 ആയിട്ടുണ്ട്. സോ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താവും? 4 ടൈംസ് ആകും. ഇനി കോൺസെൻട്രേഷൻ പകുതി ആകുകയാണെങ്കിൽ 4:1 ആയിട്ട് റേറ്റ് കുറയുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A first order reaction has a rate constant K equal to 1.15 10 raised to -3 second inverse. Find its half life. T half ആണ് ചോദിച്ചുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. T half equal to 0.693 by K. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 1.15 10 raised to -3 എത്ര കിട്ടും? 602.61 സെക്കൻഡ് കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ മിനിറ്റ് ഇൻവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മിനിറ്റ് കൊടുക്കണം. ഇവിടെ സെക്കൻഡ് ഇൻവേഴ്സ് ആയതുകൊണ്ട് ഇവിടെ സെക്കൻഡ് കൊടുത്താൽ മതി.
അടുത്തത് the rate constant of a reaction doubles when the temperature is raised from 298 Kelvin to 308 Kelvin. Calculate its activation energy. E ആണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഇക്വേഷൻ വരിക log K2/K1 equal to EA/2.303 into 1/T1 minus 1/T2. എന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ E അവിടെ വെക്കുക. log K2/K1 എന്തായിട്ടുള്ളത് റിയാക്ഷന്റെ റേറ്റ് ഡബിൾ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ഇവിടെ 1 കൊടുത്താൽ ഇങ്ങനെ പൊതുവെ കാണാറുണ്ട്. ഓക്കെ 10 കെൽവിൻ കൂടി 298 308 ആയപ്പോൾ 10 കെൽവിൻ കൂടിയില്ല അപ്പൊ എന്താവും റേറ്റ് ഡബിൾ ആവും. അപ്പൊ ഇവിടെ എന്താക്കുക 2 എടുക്കുക ഇവിടെ 1 എടുക്കുക അപ്പൊ log 2 വരും. അത് എത്ര വരിക 0.3. ബാക്കി ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക T1 T2 മുകളിലേക്ക് വരും T2 മൈനസ് T1 എന്ത് വരും താഴെ വരും ചെയ്തിട്ടുണ്ടെങ്കിൽ 52.884 കിലോ ജൂൾ പെർ മോള് വരും അതായത് 52,884 ജൂൾ പെർ മോൾ ആണ് വരുന്നത്. സോ ഇത്രയാണ് നമ്മൾക്ക് ഈ ഒരു 3 ചാപ്റ്ററിൽ നിന്ന് നോക്കാൻ സാധിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഒരു തവണയും കൂടി എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എല്ലാ ടൈപ്പ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.